CPIM നേതാവ് പി ജയരാജനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ച ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസിന് വീണ്ടും ഭീഷണി. മനു തോമസിനെ ഫേസ്ബുക്കിൽ വെല്ലുവിളിച്ച് ക്രിമിനൽ കേസ് പ്രതികളായ ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും രംഗത്തെത്തി. പാർട്ടിയെയും നേതാക്കളെയും ഇല്ലാക്കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്നാണ് റെഡ് ആർമിയുടെ ഫേസ്ബുക്ക് പേജിലെ മുന്നറിയിപ്പ്. വ്യക്തിപൂജാ വിവാദത്തിന് ശേഷമാണ് PJ ആർമി റെഡ് ആർമി എന്ന് പേര് മാറ്റിയത്. CPIM സംസ്ഥാന സമിതി അംഗം പി ജയരാജനെതിരെ മനു തോമസ് ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയതോടെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രതിരോധം. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മനു തോമസിന് അഭിവാദ്യം നേർന്ന പഴയ പോസ്റ്റിലാണ് ആകാശ് തില്ലങ്കേരിയുടെ വെല്ലുവിളി. എന്തും പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ടെന്ന് ഓർത്താൽ നല്ലതെന്ന് ആകാശിന്റെ മുന്നറിയിപ്പ്. പാർട്ടി നിലപാട് പറയുന്നത് പോലെയാണ് ആകാശ് ഫേസ്ബുക്കിൽ കുറിച്ചത്. മനു തോമസ് ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നയാളെന്ന് അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. FB പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തു. വ്യക്തിപൂജാ വിവാദത്തിന് മുൻപ് PJ ആർമി എന്ന പേരിലുണ്ടായിരുന്ന ഇപ്പോൾ റെഡ് ആർമിയായ ഫേസ്ബുക്ക് പേജും മനു തോമസിനെതിരെ രംഗത്തെത്തി. പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്നാണ് റെഡ് ആർമിയുടെ മുന്നറിയിപ്പ്. ഫേസ്ബുക്ക് ആക്രമണങ്ങളിൽ പരസ്യമായ പ്രതികരണം വേണ്ടെന്നാണ് പാർട്ടി നിലപാട്. പക്ഷേ പാർട്ടിയിൽ നടക്കുന്നത് എന്ത് എന്ന് അണികളെ ബോധ്യപ്പെടുത്താനെങ്കിലും പാർട്ടി വിശദീകരിച്ചേ മതിയാകൂ. റിപ്പോർട്ടർ അർജുൻ കല്യാൾ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.